നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആവശ്യമില്ലാത്ത എളിമയൊക്കെ കാണിച്ച് അമ്മാവനെ മയക്കി കൈ കിട്ടുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാനാ ഇവരുടെ ഉദ്ദേശമെന്ന് ഇവരുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടാ അറിയാം. എവിടെ നിശ്ചയമോതിരങ്ങൾ എവിടെ? മോതിരം ബോക്സിലുണ്ടായിരുന്നല്ലോ. യാമിനി, പൂജാമുറിയിൽ വച്ചിരുന്നല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പോയി നോക്കി, അവിടെ തന്നെ കാണും. ഇല്ല പ്രതാപേട്ട, ബോക്സിലുള്ളിലാണ് ഞാൻ മോതിരം വെച്ചത്. മോതിരം വാങ്ങിച്ച പിന്നെ ബോക്സിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടില്ല. എന്താ യാമിനി ഇത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സമയത്ത് മോതിരം ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇനിയിപ്പോ വേറെ മോതിരം വാങ്ങാനുള്ള സമയമുണ്ടോ നമുക്ക്? അറിയാലോ, ഈ മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞേ ഇനി ഒരു മുഹൂർത്തമുള്ളൂ. മോതിരം എവിടെ പോനാ ചേച്ചി? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്താ പ്രതാപ നീ പറയുന്നേ? യാമിനി പറഞ്ഞത് മോതിരം ബോക്സിനകത്ത് തന്നെ വച്ചെന്നല്ലേ? ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മോതിരം ബോക്സിന്റെ പുറത്തു പോകുന്നത്? ഒരു മോതിരം ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും മിസ്സായതാണെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോ 2 മോതിരങ്ങളും ബോക്സിലില്ല. യാമിനി എടുത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. യാമിനി ഈ കുടുംബത്തിലെ അംഗമല്ലേ? പുറത്തുനിന്ന് വന്നവരാരെങ്കിലും ഈ വീട്ടിലിപ്പോ ഉള്ളവരെല്ലാം നമ്മുടെ ബന്ധുക്കളാ. ദേ ഇവരെ ഒഴിച്ച് എനിക്കിവരെ സംശയമുണ്ട്. ആവശ്യമില്ലാത്ത എളിമയൊക്കെ കാണിച്ച് അമ്മാവനെ മയക്കി കൈ കിട്ടുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാനാ ഇവരുടെ ഉദ്ദേശമെന്ന് ഇവരുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടാ അറിയാം. ദീപക്, അത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ദീപകേ, മോതിരങ്ങൾ കാണാനില്ലെന്ന് വെച്ച് ഒന്നും ചിന്തിക്കാതെ രാജുവിന്റെ കുടുംബത്തിന് മേലിൽ അതിന്റെ പഴി നീ ചുമത്താൻ ശ്രമിക്കുന്നത് അതൊട്ടും ശരിയായ പ്രവൃത്തിയല്ല. ദീപക് സാറേ, എന്തിനാ സാറേ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ ശത്രുക്കളെ പോലെ കാണുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ ചോദിച്ചാൽ വർമ്മ സാർ ഞങ്ങൾക്ക് സാധിച്ചു തരും. ആ വർമ്മ സാറിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട എന്താവശ്യമാണ് ഞങ്ങൾക്കുള്ളത്? പട്ടിണി കിടന്നുണ്ട് സാറേ ഒരുപാട്. പക്ഷെ അന്നും ഒരിറ്റ കഞ്ഞിക്ക് വേണ്ടി ആരുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടിയിട്ടില്ല. കാണാതെ പോയ മോതിരം എപ്പോഴെങ്കിലും ഈ വീട്ടിൽ നിന്ന് തിരികെ കിട്ടും. പക്ഷെ സാറി പറഞ്ഞ ആരോപണം കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായ അപമാനം ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകില്ല. വിഷമമുണ്ട് സാറേ.
ഒരുപാട് വിഷമമുണ്ട്. ഋതിക മോളുടെ നിശ്ചയത്തിന് വരാൻ ക്ഷണിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ പേടിച്ചതാ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങളെ വിഷമിപ്പിക്കുമെന്ന്. എന്നാലും ഋതിക മോളുടെ നിശ്ചയമോതിരം ഞങ്ങൾ എടുത്തുവെന്ന് സാറ് പറഞ്ഞു കളഞ്ഞല്ലോ. മതി മതി, നാടകമൊക്കെ നിർത്തി നിങ്ങളുടെ മകളുടെ ഹാൻഡ് ബാഗിങ് താ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ദീപക്, എന്താ നീ ചെയ്യുന്നേ? ശ്രീ എന്റെ ഫ്രണ്ടാ. അവളെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിനക്ക് ഇവര് വലിയ സത്യവാന്മാരും സത്യവതികളൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മോതിരെടുത്തത് ഇവരാ. അവള് തന്നെയാ മോതിരം എടുത്തെന്ന് നിനക്ക് മനസ്സിലായല്ലേ ഋതുമോളെ? അതല്ലേ നീ അവളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ ദീപകിന് സമ്മതിക്കാത്തത്? കള്ളി വെളിച്ചത്ത് വരുമെന്ന് വന്നപ്പോ അടവെടുക്കല്ലേ ഋതുമോളെ? ചേച്ചി പ്ലീസ് മതി. വേണ്ട വർമ്മ സർ, എന്റെ ഹാൻഡ് ബാഗ് ഞാൻ തന്നെ തുറന്നു കാണിക്കാം. ദീപക് സാറ്, ഇത്രയുള്ള എന്റെ ബാഗില്. സാറിന് ഇപ്പൊ തൃപ്തിയായില്ല? ഇങ്ങെടുക്ക്. ദീപക് സാറ്, ഞങ്ങളുടെ അച്ഛനും അമ്മയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങളെ വളർത്തിയത്. അവർക്കും ഞങ്ങളെ മക്കൾക്കും സാറി പറയുന്ന മോഷണവും നുണപ്പറച്ചിലോ ഒന്നും അറിയില്ല. വർമ്മ സാറിന്റെ കാരുണ്യത്തിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയാ ഞാൻ. ദീപക് സാറിന് ഞങ്ങളുടെ മനസ്സ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് മതിയായോ ദീപക്? സമാധാനമായോ? ഇതിനു മുമ്പും പലതവണ നീ രാജുവിന്റെ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിരുന്നു. ഇവരുടെ രക്തം കുടിച്ച് നിനക്ക് ഇതുവരെ മതിയായില്ലേ? പ്രതാപ, നീ അങ്ങനെ പറയരുത്. എൻഗേജ്മെന്റ് റിങ് പിന്നെ ആരെടുക്കാനാ? ദീപക്കോ അതോ ഞാനോ? ഇല്ല അമ്മാവ, ഇവര് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.